നമസ്കാരം. അത് ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കും എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. കാരണം BJP എവിടെ വിജയിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നാലും വോട്ട് ഇരട്ടിയാക്കും. ഇരട്ടിയിൽ തന്നെ അവരൊരു ഭയങ്കര വിജയമുണ്ടാക്കും. അവസാനം വിജയത്തിൻ്റെ അടുത്ത് എത്തി വരെ പരാജയപ്പെടും. ഇതൊക്കെയാണ് സ്ഥിതി. അതെ, അവർ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെ വലിയ വിജയം നേടിയിട്ടുണ്ട്. ഏതിൽ? വോട്ടിംഗ് വർധനയിൽ. ആദ്യം അദ്ദേഹം വടക്കാഞ്ചേരിയിലായിരുന്നു ശോഭാ സുരേന്ദ്രന് ഇലക്ഷൻ മത്സരിച്ചിരുന്നത്. അന്ന് 6000 വോട്ടിന് കിട്ടിയിരുന്ന സ്ഥലത്ത് 12000 വോട്ട് കിട്ടി. അന്ന് ഈ AC മൊയ്തീനാണ് മുരളീധരനെ തോൽപ്പിച്ചത്. അന്ന് ഞാൻ AC മൊയ്തീന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. പ്രത്യേക ക്രൈമിന്റെ പതിപ്പ് ഇറക്കിയിരുന്നു. ഞാൻ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചതാണ്. അദ്ദേഹം DIC ആയിട്ട് വന്നിട്ട് പിന്നെ കോൺഗ്രസിലെ വന്ന് മന്ത്രിയായപ്പം അവിടെ മത്സരിച്ചപ്പം തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണെന്ന് പറയുകയാണ്. പിന്നീട് ഞാൻ മുരളീധരനോട് ഭയങ്കര അടുപ്പാണ്. നല്ലൊരു വൈദ്യുതമന്ത്രിയായിരുന്നു. അല്ല, അദ്ദേഹം അതിനുശേഷം പാലക്കാടേക്ക് പോയി ആര്? ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ അവിടെ 40,000 വോട്ട് വരെ എത്തിച്ചു. അവിടെ ഒരു അടുത്ത ടൈം കൂടെ വിജയിക്കേണ്ട അടുത്ത ടൈം അവിടെ കൊടുത്തിരുന്നെങ്കിൽ പാലക്കാട് പിടിച്ചെടുക്കായിരുന്നു. പക്ഷെ അവിടെ നിർത്തിയില്ല അവരെ. BJPക്കാർ വെട്ടി. എന്നിട്ട് അവരെ കൊണ്ടുപോയി ആറ്റിങ്ങൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. ആറ്റിങ്ങൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അവർ ഭയങ്കരമായിട്ട് 1.5 ലക്ഷത്തോളം വോട്ട്, 2 ലക്ഷത്തിന് അടുത്ത് ഒരു വോട്ട് പിടിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അവർ അത്ര വോട്ട് പിടിക്കുന്നത്. അടുത്ത തവണ അവർ കൊടുത്തോ? അത്ര വോട്ട് പിടിച്ചോണ്ട് സുരേന്ദ്രൻ ഓടി അങ്ങോട്ട് വന്നു. അല്ല, അടുത്ത തവണ അവർക്ക് അവിടെ സീറ്റ് കൊടുത്തില്ല. അതിൻ്റെ അടുത്ത് കഴക്കൂട്ടത്ത് അവർ പോയി മത്സരിച്ചു. കഴക്കൂട്ടത്തും അവർ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടത്തിൽ ക്രൈം അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. അത് ഈ നമ്മുടെ സുരേന്ദ്രനും മുരളീധരനും കൂടെ എത്തിച്ച സാധനമായിരുന്നു. എന്നെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ശബ്ദം എന്നുള്ള ധാരണയിൽ ഞാൻ ശബ്ദമായിരുന്നു. പക്ഷെ അവരെ ആ കഥ ഫുൾ പഠിക്കാതെ ശബ്ദം കേട്ട് സത്യമാണ് വിചാരിച്ച് ഞാൻ വീഡിയോ ചെയ്തു. പിന്നീട് ഞാനത് പിന്നീട് അവരെ അവിടുന്ന് മാറ്റിയിട്ട് അവരെ ഒന്നുമില്ലാത്ത, ഒരു കാലത്തും BJP വിജയിക്കാൻ സാധ്യതയില്ലാത്ത ആലപ്പുഴ കൊണ്ടിട്ടു. പക്ഷെ അവിടെ 3 ലക്ഷം വോട്ട് പിടിച്ചു. ആ സമയത്ത് ഒരു ഇന്റർവ്യൂ, 1.5 മണിക്കൂറുള്ള ഒരു ഇന്റർവ്യൂ എടുത്തു ഞാൻ അവരായിട്ട്. ആ ഇന്റർവ്യൂവിൽ വെച്ചിട്ട് അവരെ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് ദുഃഖമുണ്ട്. കാരണം അതിലെ യഥാർത്ഥ സത്യം ഞാൻ പിന്നീട് മനസ്സിലാക്കി. അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് ഞാൻ പറയണ്ടേ. ഒരാളോട് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ക്ഷമ ചോദിക്കുന്നത്. കേരളത്തിൽ പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ട് എത്രയോ ആളുകളായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരോട് ഞാൻ ക്ഷമ ചോദിക്കാൻ കാരണം അവരെ RSSും BJPയും ഉള്ള പ്രമുഖ നേതാക്കന്മാർ അവർ വെട്ടിമാറ്റാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് ആ വീഡിയോ എൻ്റെ അടുത്ത് എത്തുന്നത്. എന്തായാലും അത് കള്ളമായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. എന്താവട്ടെ, ഇപ്പം അവർ ആലപ്പുഴ മത്സരിച്ച ശേഷം അവർക്ക് കായംകുളമായിരുന്നു വേണ്ടിയിരുന്നത്. അവർ താല്പര്യം അതായിരുന്നു. എന്നാൽ അവരെ പിന്നീട് വട്ടിയൂർക്കാവ് അവരെ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. വട്ടിയൂർക്കാവ് കൊടുത്തില്ല. കാരണം അവർക്കാണ് കൊടുക്കേണ്ടത്. ശരിക്കും അവർ അവിടെ വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരനോട് ഏറ്റുമുട്ടി നിൽക്കണം എന്ന് അവർക്ക് ആഗ്രഹമില്ലാന്ന് തോന്നുന്നു. എന്തായാലും വട്ടിയൂർക്കാവ് പകരം ഇപ്പം കേന്ദ്ര നേതൃത്വം പാലക്കാടും അതേപോലെ കായംകുളത്തിന് പകരം ഹരിപ്പാടും രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കുന്ന കേരളത്തിലെ ശക്തിയായ നേതാവായിട്ട് അവരെ വെച്ചിരിക്കുകയാണ്. മിക്കവാറും ഹരിപ്പാട് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. കാരണം രമേശ് ചെന്നിത്തലയെ ഒന്ന് തോൽപ്പിക്കാൻ പറ്റുന്ന ആൾ ആരാണ് കേരളത്തിൽ? അത് തിരുവനന്തപുരം പിടിച്ചതിന് തുല്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണ് പിടിച്ചത്? കേരളം പിടിച്ച പോലെ. അതേപോലെ ഹരിപ്പാട് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്നുള്ളതാണ്. എന്താണ് പറയാനുള്ളത്? ശോഭാ സുരേന്ദ്രൻ വിന്നബിലിറ്റിയുടെ കാര്യം എടുത്താൽ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റുള്ള BJPയിലെ നേതാവ്, നമ്പർ 1 നേതാവ്. അത്ര സ്ട്രൈക്ക് റേറ്റുള്ളവർ ആരും കാണില്ല. രാജീവ് ചന്ദ്രശേഖർ പോലും കാണില്ല. പക്ഷേ അവിടെ പ്രശ്നം, ഇവിടെ ശോഭാ സുരേന്ദ്രൻ ആയിക്കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ബമ്പന്മാരായിട്ട് നടക്കുന്ന പല BJP നേതാക്കന്മാരുടെയും തല തെറിക്കും. അതൊരു സത്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ഹരിപ്പാട് മത്സരിക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, രമേശ് ചെന്നിത്തലയോടാണ് തൂക്കുന്നതെന്ന് മാന്യമായി തോക്കാം. ഞാൻ പഴയ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ നാളത്തെ മുഖ്യമന്ത്രിയാകാൻ ചാൻസ് ഉണ്ടായിരുന്ന ആളോട് മത്സരിച്ചാണ് തോറ്റതെന്ന് അഭിമാനത്തോടെ തോക്കാം. വല്ല ഡൂക്കി പാർട്ടിയുടെ പോയി തോറ്റിട്ട് കാര്യമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഒരു ജായിൻ കില്ലർ രമേശിനെ തോൽപ്പിച്ചാൽ ഒരു ജായിൻ കില്ലർ എന്നുള്ള പേരുണ്ടാവുകയും BJPക്ക് കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചതിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജും മൈലേജും ഉണ്ടാവും. അതിനാണ് സാധ്യത. അപ്പം ശോഭാ സുരേന്ദ്രനെ ഹരിപ്പാട് മത്സരിക്കാൻ വിട്ടാൽ എനിക്കൊറ്റ സംശയമുള്ളൂ, തിരിച്ച് സാറിനോട് ചോദിക്കാനുള്ളത്, രമേശിനെതിരെ ഇവരെ നേരിടാൻ അവിടെ കാണുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹരിപ്പാട് സ്ഥിതി ഒന്നും പരിശോധിക്കും. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രകാരം 48,464 വോട്ടാണ് KC വേണുഗോപാലിന് കിട്ടിയത്. എന്നാൽ 47,121 വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ട്. 3-ാം സ്ഥാനത്താണ് ആര്? CPM.
41,769 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. 1,345 വോട്ട് ആരോടാ ലീഡ്? NDAയോടാണ്. ഇപ്പം ശോഭാ സുരേന്ദ്രൻ അതേ സ്ഥലത്ത് ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും വരുമ്പോൾ ഇത് ഇവിടെ ഒരു 25,000 വോട്ടാണ്, 25-30,000 വോട്ടാണ് അഡീഷണൽ ആയിട്ട് അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പം. മുമ്പ് 17,000 വോട്ടുള്ള സ്ഥലത്താണ് 47,000 മാറ്റിയത്. അവർ ഇപ്രാവശ്യം വരികയാണെങ്കിൽ 47,000 നിന്ന് 1,345 കയറ്റേണ്ടുള്ളൂ. അവരെങ്ങോട്ട് കുതിച്ചു കയറും? 47,000 നിന്ന് ചിലപ്പോൾ 70,000 60,000 കയറിക്കഴിഞ്ഞാൽ അവിടെ അട്ടിമറി വിജയം നേടാം. ഇത് ലോക്സഭേന്റെ കാര്യം നോക്കിയിട്ട് നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത് ഹരിപ്പാട് UDF 56,486 വോട്ട്, LDF 54,020, 2,000 വോട്ടിന് വ്യത്യാസം. 2,000 വോട്ടിന്റെ വ്യത്യാസം. BJPക്ക് 30,071. അപ്പോൾ 30-54 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP താഴത്തെ പോയി. അല്ലാതെ വേറെ ഒത്തിരി കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അപ്പുറമുള്ള സാധനം വരും. 30,070. അല്ല, ഹരിപ്പാട് നിയോജക മണ്ഡലത്തിന്റെ മൊത്തം വോട്ടാണത്. ഹരിപ്പാടിന്റെ അതിനകത്ത് വ്യത്യാസം വരുന്നത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എല്ലാം കൂടെ കൂട്ടി അവരെടുക്കും. അല്ല, അതേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷമാണുള്ളത് കാണിച്ചിരിക്കുന്നത്. വ്യത്യാസം ആവട്ടെ ആണ്, അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ആ മണ്ഡലത്തിലേതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പൊ നല്ല ഭൂരിപക്ഷം ഉണ്ട്. പക്ഷേ അത് ശോഭാ സുരേന്ദ്രൻ വരും 30 ആണെങ്കിൽ അവർക്ക് 60 പിടിക്കാൻ വലിയ പണിയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് 364 വോട്ട് ഭൂരിപക്ഷം. അല്ല, അതെ, അത് CPM ആയിട്ടാണ് സെക്കൻഡ്. അതിന് മുമ്പ് BJP ആണ് വന്നത്. ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ അത് മാറും. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു തീപ്പൊരി നേതാവ്, വോട്ട് പിടിക്കാനും ജനക്കൂട്ടത്തെ ഉണ്ടാക്കാനും എല്ലാവരുടെ ഇടയിലും അതിപ്പുണ്ടാക്കുന്ന ഒരു നേതാവാണ്. അവർക്ക് രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും വോട്ട് ചെയ്യും. അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 17,000 വോട്ട് കിട്ടിയിരുന്ന ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് 48,777 വോട്ട്, അതായത് 31,000 വോട്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ 30,000 വോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 30,000 കൂടെ കൂട്ടാൻ അവർക്ക് വലിയ പണിയാണോ? പേടിക്കണം രമേശ് ചെന്നിത്തല, തീർച്ചയായും പേടിക്കണം. 2, ഇനിയിപ്പോൾ പാലക്കാടേ പോവുമായിരിക്കാം. പാലക്കാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാലക്കാട് അവർക്ക് ഭയങ്കര ശത്രുക്കളുള്ള ഒരു സ്ഥലമാണ്. അവരെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ അവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള സ്ഥലത്ത് പാലക്കാട് നിന്നാൽ അവർ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 52,779 വോട്ടാണ് കിട്ടിയിട്ടുള്ള ആർക്ക്? UDFന്. BJPക്ക് ലോക്സഭാ മണ്ഡലം കേട്ടോ 43,072 വോട്ട്, 43,072 വോട്ടാണ് BJP കിട്ടിയ രണ്ടാമത്. CPM-നാകട്ടെ 34,640 വോട്ടാണ്. അപ്പോൾ CPM-നെ വിട്ടേക്കാം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 9,707 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലോക്സഭയിൽ. എന്നാൽ നമ്മൾ വേറെ കാര്യം അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. നിയമസഭാ ഇലക്ഷൻ 18,000 മേലെ വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് 9,700 അല്ല, 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? അവിടെ 60,236 വോട്ട് UDFന്, 44,022 വോട്ടാണ് LDFനുള്ള. 36,003, അതായത് 8,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അല്ല 42,000 വോട്ട് LDFന് കയറി. ഇപ്പം വോട്ട് BJPന്റെ വോട്ട് കുത്തനെ താഴേക്ക് പോയി. 32,000 അല്ലേ ഉള്ളത്? 38,000 ഉള്ളൂ. അവർക്ക് 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് അവർ തമ്മിൽ വ്യത്യാസം. അല്ലല്ല, LDFും BJP തമ്മിൽ LDFും BJP അല്ല, വിജയിക്കുന്നവരും BJP വ്യത്യാസമാണ്. അവർ സെക്കൻഡ് സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് പോയി. അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ചെന്നാൽ അവർക്ക് അവിടെ അഡ്വാൻറ്റേജ് കിട്ടാനൊരു ചാൻസ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അണികളിൽ ആശയക്കുഴപ്പമുണ്ട്. എന്താ ചെയ്താൽ ശരി തെറ്റെന്നറിയത്തില്ല. അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വന്നാൽ അത് ഇവരെ ഫേവർ ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രനെ ഫേവർ. പക്ഷെ അവിടെ വേറെ BJP ഉള്ളിൽ ശോഭാ സുരേന്ദ്രനെതിരെ ശക്തമായ ഗ്രൂപ്പുള്ള സ്ഥലമാണ് പാലക്കാട്. അവരവിടെ പോയി നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അല്ല, BJPയുടെ മിഷനറി പാലക്കാട് എന്തുണ്ടെന്ന് നമുക്കറിയാം. അതെ, ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ പിന്നോട്ട് പോയി അവര്. അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സെക്കൻഡ് സ്ഥാനമായിരുന്നു, മുമ്പത്തെ നിയമസഭാ ഇലക്ഷനിൽ സെക്കൻഡ് സ്ഥാനമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ 3ാം സ്ഥാനത്ത് പോയി CPM അധികാരം കയറി അങ്ങോട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവിടെ മാത്രമല്ല, BJPക്കുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ട്. മലമ്പുഴയ്ക്ക് മാറും ആര്? കൃഷ്ണകുമാർ മലമ്പുഴയ്ക്ക് മാറാൻ കാരണം അവിടെ 2ാം സ്ഥാനത്ത് BJP കയറി. കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. അവിടെയാണ് നമ്മുടെ VS അച്യുതാനന്ദന്റെ സെക്രട്ടറി മത്സരിക്കാൻ പോണത്. അപ്പോൾ
അത് വേറെ പ്രശ്നം, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അവര് ഹരിപ്പാടാണോ ഇവിടെയാണോ മത്സരിക്കാൻ പറ്റുന്നത് നോക്കുകയാണെങ്കിൽ ഹരിപ്പാടാവുമ്പോൾ രമേശ് ചെന്നിത്തലയായിട്ട് ഏറ്റുമുട്ടിയുള്ള ഒരു ആദ്യമായിട്ട് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ള ക്രൈമാണ്. നേരത്തെ നമ്മൾ വാർത്ത ചെയ്തിരുന്നു ഹരിപ്പാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഒന്ന് വയർക്കും. പക്ഷെ ഇപ്പം വയർക്കല്ല, ചിലപ്പം ശോഭാ സുരേന്ദ്രൻ അടിയറവ് പറയിക്കാനും സാധ്യതയുണ്ട് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയ്ക്കും കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ പ്രകാരം തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ അവിടെ UDF-ന്. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ സതീശന്റെ യാത്ര ഇത്രയും കോൺഗ്രസ് പ്രവർത്തകരെ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് രമേശ് ഗ്രൂപ്പ് പ്രവർത്തനമായിട്ട് സമുദായ നേതാക്കളൊക്കെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കാന്നാണ് വേറെ പരാതി. അല്ല, അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. ഈ ഭരണം എങ്ങനെയും പിടിച്ച് ജനങ്ങളെല്ലാം കൂടെ രമേശ് ചെന്നിത്തലേനെ വോട്ടിക്കുക അവസാനം. കാരണം ഇത്തവണ രമേശാണോ സതീഷാണോ എന്നുള്ളതിലെല്ലാം ജനങ്ങൾ നിൽക്കുന്നത്. ജനങ്ങൾ ഇപ്പൊ VD സതീഷിന്റെ യാത്രയ്ക്ക് പോകുന്നത് അദ്ദേഹം ഒരു രക്ഷകനാണ്, പ്രതിപക്ഷം നേതാവ് എന്നുള്ള രൂപത്തിൽ പിണറായി വോട്ടിക്കാൻ പറ്റുന്ന രക്ഷകൻ അദ്ദേഹമാണെന്നുള്ള ധാരണയിലാണ് ജനങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേ നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തല വേറെ ഗ്രൂപ്പുകളെ അയച്ചാൽ രമേശ് ചെന്നിത്തല ഔട്ടാവുന്നല്ലാതെ UDF അധികാരത്തിൽ വരും, VD സതീശൻ അധികാരത്തിലും വരും. കാരണം അദ്ദേഹം അദ്ദേഹത്തിന് യാത്ര എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇന്ന് അടിമാലിയിൽ എന്തായിരുന്നു ജനം, അവിടെ ജനസമുദ്രമായിരുന്നു. എന്തിന് സ്റ്റേജിൽ നിന്ന് പോലും ആൾക്കാരെ ഇറക്കേണ്ടി വന്നു. അവിടെ ആൾക്കാർക്ക് ഞങ്ങൾക്ക് VD സതീശനെ പ്രസംഗം കേൾക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ നിന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല VD സതീശനെ എന്ന് പറഞ്ഞിട്ട്. VD സതീശനെ അവിടെയൊക്കെ മാറ്റിയിട്ടാണ് അവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത്. അത് വലിയ വാർത്തയല്ല ചാനലിലും. അപ്പോൾ കാസർഗോഡ് വരുമ്പോൾ ജാഥ തുടങ്ങുമ്പോൾ ഇവിടുത്തെ ചാനലുകാർ വാർത്തയെ റിപ്പോർട്ട് ചെയ്തില്ല. ഷാഫിയുമായിട്ടുള്ള ഫൈറ്റ് വന്നപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ദിവസേന എല്ലാ ചാനലുകളും നമ്മളാണ് ശരിക്കും ആ വാർത്ത ഇങ്ങനെ വാർത്ത ശരിക്കും കൊടുക്കാൻ നമ്മളപ്പം മുതൽ കൊടുക്കാൻ തുടങ്ങി. പിന്നെ അത് നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടല്ല, നമ്മളത് കണ്ടിട്ട് കൃത്യമായി ജനങ്ങൾക്കൂട്ടത്തെ കണ്ടിട്ടാണ്. ഇത് എവിടെ നിന്നാണ് ജനം വരുന്നത് എന്നുള്ള അവർക്ക് പോലും അറിയുന്നില്ല. ബംഗാളിയും ബീഹാറിയും കാണാനില്ല. മാത്രമല്ല ഇവിടെ പല സ്ഥലത്തും ജോസ് കെ മാണി പോയ സ്ഥലം അവിടേക്ക് ഇവിടെ ആളെ ഉണ്ടായില്ല, കസേര ഒഴിഞ്ഞു കിടക്കുന്ന കസേരയാണ് കണ്ടത്. അപ്പം ഈ വിധത്തിൽ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ജനങ്ങൾ ആവുമ്പോൾ അതിനെതിരെ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് പിണറായിക്കെതിരെ ശക്തമായി പോരാടാൻ കഴിവുള്ള BJP-യിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമില്ലാത്ത ശോഭാ സുരേന്ദ്രൻ വന്നാൽ ചിലപ്പോൾ രമേശ് ചെന്നിത്തല തോൽക്കാനാണ് സാധ്യത എന്നുള്ളൊരു വിലയിരുത്തൽ എനിക്കുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയും ഇവരും കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ശോഭാ സുരേന്ദ്രന് അവിടുത്തെ മികവ് കഴിഞ്ഞ തവണ ലോക്സഭ തെരഞ്ഞെടുപ്പിന് മികവ് കാണിച്ചിട്ടുണ്ട്, ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഈ 1000 ചില വോട്ട് അട്ടിമറിക്കാൻ അധികം സമയമൊന്നും വേണ്ട അവർക്ക്. അവരൊരു 4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിക്കുമ്പോഴേക്ക് ലോക്സഭാ മണ്ഡലത്തിൽ 7 മണ്ഡലങ്ങളിൽ പോകണമല്ലോ. ഇത് ഒറ്റ സ്ഥലത്ത് നിന്നാൽ ചിലപ്പോൾ രമേശ് ചെന്നിത്തല മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ഹരിപ്പാട് മത്സരിക്കുകയാണെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രനിട്ട് പാര വയ്ക്കാനായിട്ട് വരേണ്ടവരെല്ലാം മത്സരരംഗത്തുണ്ട്. അവരെല്ലാം അവരുടെ നിയോജകമണ്ഡലങ്ങളിൽ എൻഗേജ്ഡാണ്. ഇവിടെ വന്നിട്ട് അവരെ പാര വയ്ക്കാൻ പറ്റില്ല. അതെ, മാത്രമല്ല രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് കേരളം മുഴുവൻ ചുറ്റണ്ടേ, ഹൈക്കമാൻഡ് മെമ്പറിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രമേശ് ചെന്നിത്തല. കാരണം കഴിഞ്ഞ 2016 മുതൽ 2021 വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹമായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ്. എത്ര അഴിമതികളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. ഓരോന്നോരോന്നായി കൊണ്ടായി പിണറായി മുട്ടുകുത്തുന്ന അവസ്ഥയാണ്. പക്ഷെ കോവിഡ് കാലമായതുകൊണ്ട് കിറ്റും പെൻഷനും കൊടുത്ത് പിണറായി അധികാരത്തിൽ വന്നു. രമേശ് ചെന്നിത്തല ഒറ്റ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. സമുദായ സംഘടനയുടെ നേതാവിന്റെ പിൻബലത്തിൽ താക്കോൽ സ്ഥാനം മേടിക്കാൻ രമേശ് കൊടുക്കാൻ പാടില്ല. അങ്ങനെയല്ല എന്ന് പറയുന്ന മതേതരത്തിന്റെ കൂടെയാണ് ഞങ്ങൾ അവിടെ അല്ല എന്ന് പറയുന്ന VD സതീഷിനോട് ആ കാര്യത്തിൽ എനിക്ക് മതിപ്പുള്ളത്. അതേസമയത്ത് അഴിമതി പുറത്തു കൊണ്ടുവന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തല തുടർച്ചയായിട്ട് സ്പ്രിംഗ്ലർ അങ്ങനെ തുടങ്ങി എന്തൊക്കെ അതിപ്പോഴത്തെ ഇല്ലേ, അന്ന് ഭരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിൽ അടിച്ച് പൊളിച്ച് തകർത്തില്ലേ കടൽക്കൊള്ളിയും മറ്റേതും മറിച്ചതും കൊണ്ടുവന്ന്. എന്തായാലും നമുക്ക് ശോഭാ സുരേന്ദ്രൻ ഹരിപ്പാട് മത്സരിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല തോൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. തോൽക്കാനുള്ള സാധ്യതയുണ്ട് കാര്യമായിട്ട്. ഓക്കെ, വെച്ച് പറഞ്ഞു നിർത്താം. ബാക്കി കുറച്ചുകൂടെ മുമ്പോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു.